നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനോന, സിദ്ധു, അമൃത. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. കേരളത്തിന്റെ കടമെടുപ്പ് ചർച്ച പരാജയം. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച മുനി നാരായണ പ്രസാദ് സ്വാമിക്ക് സ്നേഹാദരവുമായി ശിവഗിരി സ്കൂൾ. 3 മാസം തോറും വില ക്രമീകരിക്കും ഭക്ഷ്യമന്ത്രി. സർവകലാശാല കലോത്സവം മാർച്ച് 7 മുതൽ 11 വരെ തിരുവനന്തപുരത്ത്. അബുദാബി മഹാക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ച് മോദി. ഇന്ത്യ സഖ്യം വിട്ട് ഫറൂഖ് അബ്ദുള്ളയും. കിഫ്ബിക്കും ക്ഷേമ പെൻഷൻ കമ്പനിക്കുമെതിരെ വീണ്ടും CAG. പ്രമേയം പാസാക്കി നിയമസഭ. ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യണം. ലോക്സഭാ സീറ്റ് ഉറപ്പിച്ച് V മുരളീധരൻ. 7 കേന്ദ്രമന്ത്രിമാർക്ക് രാജ്യസഭാ സീറ്റില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കേരളത്തിന്റെ കടമെടുപ്പ് ചർച്ച പരാജയം. കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച കേന്ദ്ര ധനമന്ത്രാലയവുമായി കേരള സർക്കാർ നടത്തിയ ചർച്ച പരാജയം. കേരളത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ച് നൽകിയ നിവേദനത്തിലും അനുകൂല തീരുമാനമുണ്ടായില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യായമായി കിട്ടേണ്ട വിഹിതം സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ സഹിതമുള്ള നിവേദനമാണ് കേരളം നൽകിയത്. വെള്ളിയാഴ്ച ധനകാര്യ സെക്രട്ടറി തലത്തിൽ ഇക്കാര്യത്തിൽ ഒന്നുകൂടി പരിശോധിച്ച് കൃത്യമായ കണക്ക് സമർപ്പിക്കും. സുപ്രീം കോടതിയിൽ കേസുള്ള സ്ഥിതിക്ക് കേന്ദ്രത്തിന്റെ ആവശ്യം എങ്ങനെ പരിശോധിക്കാമെന്നാണ് കേന്ദ്ര ധനസെക്രട്ടറിയും സോളിസിറ്റർ ജനറലുമടക്കമുള്ള കേന്ദ്ര സംഘം ചോദിച്ചതെന്ന് ധനമന്ത്രി പറഞ്ഞു. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച മുനി നാരായണ പ്രസാദ് സ്വാമിക്ക് സ്നേഹാദരവുമായി ശിവഗിരി സ്കൂൾ. വിദ്യാർത്ഥികളും അധ്യാപകരും ഗുരുകുലത്തിലേക്ക് കടന്നു ചെന്നു. ഗുരുദർശനം ലോകവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് പ്രസന്നവദനായി നിലകൊള്ളുന്ന മുനി കുട്ടികളോട് സംവദിച്ചു. ജീവിതത്തിനു കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവണമെന്നും അവ പരമോന്നതമാവണമെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ശിവഗിരി സ്കൂൾ മാനേജർ ശ്രീമദ് വിശാലാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ശിവഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സലീല, ശിവഗിരി HSS പ്രിൻസിപ്പൽ കവിത, വൈസ് പ്രിൻസിപ്പൽ പ്രമീളാദേവി, സ്റ്റാഫ് സെക്രട്ടറിമാരായ ജയൻ, അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. 3 മാസം തോറും വില ക്രമീകരിക്കും ഭക്ഷ്യമന്ത്രി. സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഭക്ഷ്യമന്ത്രി JR അനിൽ സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില 3 മാസം തോറും വിപണിയിലെത്തുന്നതിന് അനുസരിച്ച് ക്രമീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർവകലാശാല കലോത്സവം മാർച്ച് 7 മുതൽ 11 വരെ തിരുവനന്തപുരത്ത്. കേരള സർവകലാശാല യുവജനോത്സവം മാർച്ച് 7 മുതൽ 11 വരെ തിരുവനന്തപുരത്ത് നടക്കും. സെനറ്റ് ഹാളായിരിക്കും പ്രധാന വേദി. യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ് തുടങ്ങി സംസ്ഥാന നഗരത്തിലെ കോളേജുകളിലും വേദികൾ ഉണ്ടാവും. യുവജനോത്സവത്തിന്റെ സംഘാടക സമിതി രൂപവത്കരണ യോഗം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പാളയം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ വെച്ച് ചേരും. വി ജോയ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ വിജയ് വിമൽ അറിയിച്ചു. അബുദാബി മഹാക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ച് മോദി. UAE തലസ്ഥാനമായ അബുദാബിയിൽ നിർമ്മിച്ച ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബോച്ചസൻ വാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായണൻ സംസ്ഥാ മന്ദിർ വസന്ത പഞ്ചമിയിലെ ശുഭദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഭക്തർക്ക് സമർപ്പിച്ചു. പുലർച്ചെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ തുടങ്ങി. 7 ആരാധനാമൂർത്തികളെ വിശിഷ്ട ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ പൂജാരിമാർ അഭിഷേക ചടങ്ങുകൾ നടത്തി. വൈകിട്ട് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ബാപ്സ് പ്രതിനിധി ഈശ്വർ ചരൺ ദാസ് സ്വാമി സ്വാഗതം ചെയ്തു. ഇന്ത്യ സഖ്യം വിട്ട് ഫറൂഖ് അബ്ദുള്ളയും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഫറൂഖ് അബ്ദുള്ള ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭാവിയിൽ NDAയിലേക്ക് ചേർന്നേക്കാമെന്നും അദ്ദേഹം സൂചന നൽകി. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളുമായി നടന്ന സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി.
കിഫ്ബിക്കും ക്ഷേമ പെൻഷൻ കമ്പനിക്കുമെതിരെ വീണ്ടും CAG. 25,874.39 കോടിയുടെ ബാധ്യത മറച്ചുവെച്ചു. കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ ബജറ്റിന് പുറത്തുള്ള വായ്പകളാണെന്ന് ആവർത്തിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. സംസ്ഥാനം 25,874.39 കോടിയുടെ ബാധ്യതകൾ മറച്ചുവെച്ചെന്നാണ് CAGയുടെ ആരോപണം. 2022 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടാണിത്. മുമ്പ് നിയമസഭ തള്ളിയ ഈ നിരീക്ഷണങ്ങൾ വീണ്ടും ഉൾപ്പെടുത്തിയത് അംഗീകരിക്കുന്നില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാലിന്റെ വിയോജനക്കുറിപ്പും അനുബന്ധമായി വെച്ചു. കിഫ്ബിയുടെ കടമെടുപ്പുകൾ സർക്കാരിന്റെ നേരിട്ടുള്ള ബാധ്യതയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ബജറ്റിന് പുറത്തുള്ള വായ്പകൾ സർക്കാരിന്റെ കടബാധ്യതകൾ കൂട്ടുന്നതായാണ് CAGയുടെ നിരീക്ഷണം. 2021-22 കിഫ്ബി 7,762.78 കോടിയുടെ വായ്പയെടുത്തു. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി രൂപവൽക്കരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് 6,550 കോടിയുടെ വായ്പയെടുത്തു. 2022 മാർച്ച് വരെ കമ്പനി തിരിച്ചടയ്ക്കേണ്ട വായ്പ 11,206.49 കോടിയാണ്. പ്രമേയം പാസാക്കി നിയമസഭ. ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യണം. ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 62-ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് നിയമസഭ ഐക്യകണ്ഠ്യേന പ്രമേയം പാസാക്കി. വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യനും ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണിത്. വനം മന്ത്രി AK ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന ആക്രമണകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും തടസ്സമാവുന്ന കർശന വ്യവസ്ഥകളടങ്ങിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാലാനുസൃതമായും പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയും ഭേദഗതി ചെയ്യണം. ലോക്സഭാ സീറ്റുറപ്പിച്ച് V. മുരളീധരൻ. 7 കേന്ദ്രമന്ത്രിമാർക്ക് രാജ്യസഭാ സീറ്റില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുറപ്പിച്ച് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ഏപ്രിലിലാണ് മുരളീധരൻ രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കുന്നത്. എന്നാൽ ഇപ്പോൾ NDA സർക്കാരിൽ അംഗങ്ങളായ 7 പേരെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചില്ല. അക്കൂട്ടത്തിൽ V. മുരളീധരനുമുണ്ട്. ഇതോടെയാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. എല്ലാ LP-UP വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം. ജില്ലാ പഞ്ചായത്തിന്റെ സ്കൂളുകളിലെ LP-UP വിഭാഗത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം നൽകാനൊരുങ്ങി ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 71 സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യാൻ 1.75 കോടിയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വീടിനോട് ചേർന്ന് ഭിന്നശേഷി സൗഹൃദ മുറികൾ നിർമ്മിക്കാൻ 2 ലക്ഷം രൂപ വീതം നൽകും. ഇതിനായി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കിടപ്പു രോഗികളായ വയോജനങ്ങൾക്ക് വീടുകളിലെത്തി ആയുർവേദ പരിചരണം നൽകുന്ന ആയുർ സ്വാതന്ത്ര്യം പദ്ധതിക്കായി 75 ലക്ഷം രൂപ വകയിരുത്തി. ഒരു ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും അടങ്ങുന്ന 5 അംഗ സംഘമാണ് ഉണ്ടാവുക. ഇത്തരത്തിൽ 6 സംഘങ്ങളാണ് ജില്ലയിൽ ഉണ്ടാവുക. ഓട്ടിസം അടക്കം നേരത്തെ കണ്ടെത്താനുള്ള സമഗ്ര ശിശു ആരോഗ്യ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കുന്ന കമ്മ്യൂണിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ പദ്ധതിക്കായി 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 18 വയസ്സുവരെയുള്ളവർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുൻ നാവികരുടെ മോചനം. ഖത്തർ അമീറിനെ കണ്ട് നന്ദി പറഞ്ഞ മോദി. വധശിക്ഷയ്ക്കു വിധിക്കപ്പെട്ട് ജയിലിലായ മലയാളിയടക്കം 8 മുൻ നാവികരെ മോചിപ്പിച്ചതിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹംദ് അൽ താനിയെ നേരിൽ കണ്ട് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദോഹ അമീരി പാലസിലെ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ച ചെയ്തു. അമീറിനെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ദുബായിയിൽ കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയാണ് മുൻ നാവികരുടെ മോചനത്തിന് വഴിതെളിയിച്ചത്. അമീരി കൊട്ടാരത്തിൽ മോദിക്ക് ആചാരപരമായി സ്വീകരണം നൽകി. സാമ്പത്തിക സഹകരണം, നിക്ഷേപങ്ങൾ, ഊർജ പങ്കാളിത്തം, ബഹിരാകാശ സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ പുടിൻ വധിക്കപ്പെട്ടേക്കാം. ഇലോൺ മസ്ക്.
റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരാജയപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഇലോൺ മസ്ക്. യുക്രൈന് വേണ്ടിയുള്ള യുഎസിന്റെ ആയുധ വിതരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമേലുള്ള സമ്മർദ്ദമുണ്ടെന്നും യുക്രൈനിൽ നിന്നും പിന്മാറിയാൽ ഒരുപക്ഷേ പുടിൻ വധിക്കപ്പെട്ടേക്കാമെന്നും മസ്ക് അഭിപ്രായപ്പെടുന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ കടമെടുപ്പ് ചർച്ച പരാജയം. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച മുനി നാരായണ പ്രസാദ് സ്വാമിക്ക് സ്നേഹാദരവുമായി ശിവഗിരി സ്കൂൾ. 3 മാസം തോറും വില ക്രമീകരിക്കും ഭക്ഷ്യമന്ത്രി. സർവകലാശാല കലോത്സവം മാർച്ച് 7 മുതൽ 11 വരെ തിരുവനന്തപുരത്ത്. അബുദാബി മഹാക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ച് മോദി. ഇന്ത്യ സഖ്യം വിട്ട് ഫറൂഖ് അബ്ദുള്ളയും. കിഫ്ബിക്കും ക്ഷേമ പെൻഷൻ കമ്പനിക്കുമെതിരെ വീണ്ടും CAG. പ്രമേയം പാസാക്കി നിയമസഭ. ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യണം. ലോക്സഭാ സീറ്റ് ഉറപ്പിച്ച് വി മുരളീധരൻ. 7 കേന്ദ്രമന്ത്രിമാർക്ക് രാജ്യസഭാ സീറ്റില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠനയാത്രകൾ എല്ലാ കാലത്തും വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകും. നമുക്കൊരു യാത്രാ വിവരണം കേട്ടാലോ? അരുവി ടീച്ചറിന്റെയും മകൾ മിഴിയുടെയും ശബ്ദത്തിൽ. വരൂ കേൾക്കാം. യാത്രകൾ മനുഷ്യരെ നവീകരിക്കുന്ന, ഊർജം കൊള്ളിക്കുന്ന 100 അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും രസതന്ത്രമാണ്. നുറുങ്ങിപ്പോയ മനസ്സുമായി കയറി ചെല്ലുന്നവരെ പോലും മുറികൂട്ടി വിടുന്ന വൈദ്യവുമാണത്. മുതിർന്നവർക്ക് യാത്ര അങ്ങനെ മരുന്നുമാവുമെങ്കിൽ കുട്ടികൾക്ക് അത് എത്ര മധുരമുറുന്ന അനുഭവമായിരിക്കും. ശിവഗിരി HSS വിദ്യാരംഗം കലാസാഹിത്യവേദിയും വൈഖരി സാംസ്കൃത സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച പഠനയാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. മഹാകവി കുമാരനാശാന്റെ ചരമസ്മൃതിയുടെ 100 ആണ്ടുമായി ചേർത്തുവച്ച സ്മരണികയുടെ ഒരു താളായിരുന്നു അത്. തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ തുടങ്ങി കായിക്കരയിലേക്ക് ചെന്നു കയറിയ ആ യാത്ര ഇവ രണ്ടിനുമിടയിലെ ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങളെ കൂടി സ്പർശിച്ചുകൊണ്ട് കടന്നുപോയി. ഞങ്ങൾ കടൽക്കരയിലെത്തുമ്പോൾ കടൽമക്കൾ കമ്പവലയിലേക്ക് അവരുടെ ജീവിതം വലിച്ചു കയറ്റുകയായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം ശ്രമക്കാരായി. കൈ മെയ് മറന്ന് വല വലിച്ചു. ആരവവും ആർപ്പുവിളികളുമായി അധ്വാനിച്ചു. കടൽമക്കൾ നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങളെ ചേർത്തു നിർത്തി. വലിച്ചു കയറ്റിയ വലയിൽ ഒടുങ്ങാത്ത മീൻപിടപ്പ് കാത്തുനിന്ന് കുട്ടികളുടെ മനസ്സ് തകർത്തുകൊണ്ട് കുറച്ചു മാത്രം മീൻപറ്റം കടൽ കയറി വന്നു. ശിവഗിരി HSSലെ കുട്ടികൾ ജീവിതത്തിന്റെ മറ്റൊരു മുഖം അറിയുകയായിരുന്നു. എത്ര അധ്വാനിച്ചാലും നിറയാത്ത ജീവിതത്തിന്റെ പാനപാത്രങ്ങൾ. ഇനി ഒരിക്കലും മീനിന് വിലപേശരുതെന്ന് തങ്ങൾ വീട്ടുകാരോട് പറയുമെന്ന് അവർ മണൽ തൊട്ട് സത്യം ചെയ്തു. ആശാന്റെ കവിതയെ തൊട്ട കടൽക്കാറ്റ് ഞങ്ങളെയും തൊട്ട് കടന്നുപോയി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 131ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് D ഡിവിഷനിലെ അഗ്നിജ അഗ്നിമ. ഇരുവർക്കും ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 131ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: നിലാവ് പോലൊരു പഞ്ചമി ആരുടെ കാവ്യമാണ്? ഉത്തരം ഹേമസാധ്യ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: കേരള ധനകാര്യമന്ത്രിയാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.